വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്തായിരുന്നു സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിരുന്നു കണ്ടത്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് സമ്മറിയിലെ ഈ രണ്ട് പോയിന്റ്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. Zeroth law of thermodynamics states that two systems in thermal equilibrium with a third system separately are in thermal equilibrium with each other. Zeroth law leads to the concept of temperature. Okay. So thermal equilibrium basically zeroth law എന്താ പറയുന്നത്, if you have two systems which are in then separately thermal equilibrium with the third system, like അത് ഇതിന്റെയും ടെമ്പറേച്ചർ സെപ്പറേറ്റ് ആയിട്ട് ഈക്വൽ ആവുകയും രണ്ട് സിസ്റ്റത്തിന്റെ ഈക്വൽ ആവുകയും ഇതിന്റെയും ടെമ്പറേച്ചറും സെപ്പറേറ്റ് ആയിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ രണ്ട് സിസ്റ്റവും ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, ഇവിടെ എല്ലാത്തിന്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആവുമ്പോഴത്തേക്കും ദേ ആർ അച്ചീവിങ് ദ തെർമൽ ഇക്വിലിബ്രിയം. അപ്പൊ അതാണ് സീറോത്ത് ലോ പറയുന്നത്. അപ്പം അങ്ങനെയാണ് സീറോത്ത് ലോയിൽ ടെമ്പറേച്ചർ കൺസെപ്റ്റിലേക്ക് സീറോത്ത് ലോ എത്തുന്നത്. അങ്ങനെയാണ്. ഓക്കെ, ടെമ്പറേച്ചർ എല്ലാത്തിന്റെ ഈക്വൽ ആകുമ്പോഴാണ് നമുക്ക് തെർമൽ ഇക്വിലിബ്രിയം വരുന്നത്. അപ്പം എന്താണ് സീറോത്ത് ലോയിന്റെ അകത്ത് പറയുന്ന പോലെ ഒരു തേർഡ് സിസ്റ്റം ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ then they are in thermal equilibrium with each other. That means അവരുടെ രണ്ടുപേരുടെയും സിസ്റ്റത്തിന് ആ രണ്ട് സിസ്റ്റത്തിന്റെയും ടെമ്പറേച്ചറും സെയിം തന്നെയാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിരുന്നു. Then internal energy of system is the sum of the kinetic energy and potential energy of the molecular constituents of the system. It doesn't include the overall kinetic energy of the system. Okay, അത് ഓവറോൾ കൈനറ്റിക് എനർജി അത് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള കൈനറ്റിക് എനർജി അല്ല, ആ മോളിക്കുലർ കൺസ്റ്റിറ്റ്യുവൻസിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും മാത്രമേ ഉള്ളൂ. ഓക്കെ, and heat and work are two modes of energy transfer to the system. Heat is the energy transfer arising due to temperature difference between the system and the surroundings. Work is energy transfer brought about by other means such as moving the piston of a cylinder containing the gas by raising or lowering some weight connected to it. അപ്പൊ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ നോക്കുകയാണ്, ദാറ്റ് ഇസ് 12.5 which is the first law of thermodynamics. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതാണ് ഈ സെക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമ്മളുടെ ഇന്റേണൽ എനർജി വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ ദി ലെറ്റർ യു. ആ ഇന്റേണൽ എനർജി രണ്ട് തരത്തിലുള്ള എനർജി ട്രാൻസ്ഫർ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, യു ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ രണ്ട് തരത്തിലുള്ള എന്താണ് എനർജി ട്രാൻസ്ഫർ കൊണ്ട് ഇന്റേണൽ എനർജി മാറ്റാൻ പറ്റും. ഒരെണ്ണമാണ് ഹീറ്റ്, മറ്റൊന്ന് പറയുന്നത് വർക്ക്. ഈ രണ്ട് മോഡിലൂടെയുമുള്ള എനർജി ട്രാൻസ്ഫർ വഴി ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സപ്പോസ് ഇപ്പൊ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ആണെന്ന് വിചാരിക്കുക. സറൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം ബൈ ദ സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സിൽ നിന്നും സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദ സറൗണ്ടിങ്സ് എന്നും എടുക്കുക. സിസ്റ്റം സറൗണ്ടിങ്ങിലേക്ക് ചെയ്യുന്ന വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദ സറൗണ്ടിങ്സ്. സിസ്റ്റം സറൗണ്ടിങ്സിലേക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യു ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഹീറ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്, വർക്ക് സിസ്റ്റം ചെയ്യുന്ന സറൗണ്ടിങ്ങിലൊക്കെ ഡിഫറൻസ് ഉണ്ട്, ശ്രദ്ധിക്കാം. ആൻഡ് ഡെൽറ്റ യു എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഇന്റേണൽ എനർജി ചേഞ്ച് ആണെന്ന് വിചാരിക്കുക. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം, അതാണ് ഡെൽറ്റ യു എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും വി ഹാവ് ദ കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, നമുക്ക് എപ്പോഴും എനർജി ഈസ് ഓൾവേസ് കൺസേർവ്ഡ് ഇൻ എ പ്രോസസ് നമുക്കറിയാം. അപ്പൊ ആ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ അനുസരിച്ച് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിലേക്ക് കൊടുത്തിരിക്കുന്ന ഹീറ്റ് ആണ് ഡെൽറ്റ ക്യൂ. അതെന്ന് പറയുന്നത് എന്ത് ചെയ്തു, അതിന്റെ ഒരു ഭാഗം വർക്ക് ചെയ്തു. സിസ്റ്റം വർക്ക് ചെയ്യാൻ, സറൗണ്ടിങ്ങിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഭാഗം ഹീറ്റ് എടുക്കുകയും മറ്റേ ഭാഗത്തിലൂടെ ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ,
സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുമ്പോഴത്തേക്കും സിസ്റ്റത്തിലേക്ക് എന്താ കൊടുത്തിരിക്കുന്ന എനർജിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി, ഡെൽറ്റ യൂസ് ഇന്റേണൽ എനർജി, സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്തത് സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും മൈക്രോസ്കോപ്പിക് കോൺസ്റ്റൻസിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഇത് സിസ്റ്റത്തിന്റെ ആസ് എ ഹോൾ ഉള്ള കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി അല്ല, മൈക്രോസ്കോപ്പിക് കോൺസ്റ്റൻസിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ബാക്കി ഭാഗം തിരിച്ച് എൻവയോൺമെന്റിലേക്ക് വർക്ക് ചെയ്യാനായിട്ടും ആ എനർജി യൂട്ടിലൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദിസ് ഇസ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സോ ദിസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ജസ്റ്റ് എന്താണ് ഇതെന്ന് പറയുന്നത്? എനർജി കൺസർവേഷൻ ആണ്. കൺസർവേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക്, സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ഒക്കെ ഉണ്ടാവുന്ന ആ എനർജി ട്രാൻസ്ഫർ എപ്പോഴും തീർച്ചയായിട്ടും എനർജി ട്രാൻസ്ഫറൻസ് നടക്കും സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കും സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കും ഒക്കെ. അപ്പൊ ആ ഒരു എനർജി ട്രാൻസ്ഫറൻസിൽ എപ്പോഴും എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അപ്പൊ ആ കൺസർവേഷന്റെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പം സിസ്റ്റത്തിലേക്ക് സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് ഒരു ഭാഗം ഇന്റർഎനർജി കൂട്ടാൻ യൂസ് ചെയ്യും, മറ്റേ ഭാഗം തിരിച്ച് സറൗണ്ടിങ്സിലേക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് ഈ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഡെൽറ്റ യു എ ദിസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് എഴുതാമല്ലോ. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. ദാറ്റ് മീൻസ് എന്താണ്? ഇതിന്റെ ഡിഫറൻസ് ആണ്. അതായത് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റും സിസ്റ്റം സറൗണ്ടിങ്സിലേക്ക് ചെയ്യുന്ന വർക്കിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയുടെ ഇൻക്രീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ സിസ്റ്റത്തിന് ഒരു ഇന്റേണൽ എനർജി ചേഞ്ച് വന്നു എന്ന് പറയുമ്പോൾ എന്താണ്? സിസ്റ്റം അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് മാറി എന്നുള്ളതാണ്. ഡെൽറ്റ യു മീൻസ് ദർ ഇസ് സം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. സിസ്റ്റം ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സിസ്റ്റത്തിന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ? ഡെൽറ്റ യു കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന അതാണ്. അപ്പം സിസ്റ്റത്തിന് അങ്ങനെ എന്ത് ചെയ്യും? സിസ്റ്റം ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും സിസ്റ്റം ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം ഹീറ്റ് സിസ്റ്റത്തിന് ഇത്രമാത്രം ഹീറ്റ് സിസ്റ്റത്തിലേക്ക് സറൗണ്ടിങ്സിൽ നിന്നും വരുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇൻക്രീസ് ചെയ്യാൻ മീൻസ് അത് ഏത് സ്റ്റേറ്റിലാണോ ആദ്യം ഇരുന്നത് അതിൽ നിന്നും മാറി അതൊരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് അതിന്റെ പല തരത്തിൽ ചേഞ്ച് ആവാം. സപ്പോസ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് P1 V1 എന്നാണ് വിചാരിക്കും. ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള സിസ്റ്റത്തിന്റെ അത് സിസ്റ്റത്തിന് സറൗണ്ടിങ്സ് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള അതിന്റെ പ്രഷറും വോളിയവും P1 V1 എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ആൻഡ് ഫൈനൽ സ്റ്റേറ്റിൽ അത് ഇത്രമാത്രം ഹീറ്റ് സിസ്റ്റത്തിന് സറൗണ്ടിങ്സിൽ നിന്നും കിട്ടി. അത് കഴിഞ്ഞ് അതിന്റെ ഫൈനൽ സ്റ്റേറ്റിലെ അതിന്റെ പ്രഷർ P2ഉം അതിന്റെ വോളിയം സിസ്റ്റത്തിന്റെ വോളിയം V2 ആണെന്ന് വിചാരിക്കാം. അപ്പം ഇതാണ് സംഭവിച്ചെന്ന് വിചാരിക്കുക. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയാണ്. ഇഫ് ദിസ് ഇസ് ദ ചേഞ്ച്, ഇതാണ് നമ്മൾ ചേഞ്ച് എന്ന് വിചാരിക്കുക. ഇത് പലതരത്തിൽ നടക്കാം. ഓക്കെ, അത് പലതരത്തിൽ നടക്കാം എന്ന് പറയുന്നത് ഇപ്പോഴത്തേക്കും ഈ ഫസ്റ്റ് ഇനീഷ്യലി P1 V1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇരിക്കുമായിരുന്നല്ലോ. അപ്പൊ ഈ P1 V1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്നും അതിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് ഈ പ്രഷർ കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് ആദ്യം സംഭവിച്ചു വോളിയം മാത്രം ചേഞ്ച് ആവുന്നു. വോളിയം മാത്രം ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടെ പ്രഷർ P1 തന്നെ, അതിന് വോളിയം V2 ആവുന്നു. അതിനുശേഷം എന്താണ്? പ്രഷർ എന്താണ്? വോളിയം കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് അതിനുശേഷം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് ആ സിസ്റ്റത്തിന്റെ പ്രഷർ മാത്രം P1 നിന്ന് P2യിലേക്ക് മാറുന്നു. ഓക്കെ, സോ ഇവിടെ P1 V1 നിന്ന് ഫൈനൽ സ്റ്റേറ്റ് ആയി P2 V2യിലേക്ക് ആദ്യം പ്രഷർ കോൺസ്റ്റന്റ് ആയി, അതിനുശേഷം വോളിയം കോൺസ്റ്റന്റ് ആയി ഈ ചേഞ്ച് വരുന്നു. ഇനി അങ്ങനെ അല്ലാതെ അതർവൈസ് നമുക്ക് ഈ P1 V1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് P2 V2 എന്ന് പറഞ്ഞ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്താൻ
ഇങ്ങനെയും സാധിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ P1 V1 ആണല്ലോ ഫസ്റ്റ് സ്റ്റേറ്റ്. ആദ്യം വോളിയം കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് അതിന്റെ പ്രഷർ ചേഞ്ച് ആവും. ദാറ്റ് മീൻസ് പ്രഷർ P1 എന്നുള്ളത് P2 ആവുന്നു. അപ്പം വോളിയം എന്ന് പറയുന്നത് V1 തന്നെ, അതിന് ചേഞ്ച് വരുന്നില്ല. അതിന് ശേഷം അതിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് അതിന്റെ വോളിയം ചേഞ്ച് ആവുന്നു. V1 എന്ന് പറഞ്ഞ വോളിയം V2ലേക്ക് ചേഞ്ച്. നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ, സോ P2 V2. അങ്ങനെ ഇങ്ങനെ രണ്ട് തരത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടു. ദിസ് ഈസ് വൺ വേ, ഇങ്ങനെ ഒരു ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ഇത് രണ്ടാമത്തെ വേ, ഇങ്ങനെ വരാം. അപ്പൊ നമുക്കറിയാം ഡെൽറ്റ യു എന്ന് പറയുന്ന ആരാണ്? യു ഇസ് എ സ്റ്റേറ്റ് വേരിയബിൾ. ഈ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഏത് രീതിയിലാണ്? ഇപ്പം P1 V1 അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്, P2 V2 അതിന്റെ ഫൈനൽ സ്റ്റേറ്റ്. അതിന് ഇങ്ങനെ പ്രഷർ കോൺസ്റ്റന്റ് ആയി അതിനുശേഷം വോളിയം കോൺസ്റ്റന്റ് ആയി P2 V2ലേക്ക് എത്താം. P1 V1 ആദ്യം വോളിയം കോൺസ്റ്റന്റ് പ്രോസസ്സിൽ നടന്ന് അതിനുശേഷം പ്രഷർ കോൺസ്റ്റന്റ് പ്രോസസ്സിലൂടെയും അതിന്റെ ഫൈനൽ സ്റ്റേറ്റ് എത്താം. പക്ഷെ എങ്ങനെ നടന്നാലും ആ പാത്തിനെ ഒരു കാരണവശാലും യു എന്ന് പറയുന്ന ഇന്റർണലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതെന്ന് പറയുന്ന ഇനീഷ്യലും ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് എങ്ങനെ നടന്നാലും അതിന് പ്രശ്നമില്ല. പക്ഷെ നമുക്കറിയാം ഡെൽറ്റ ക്യൂവും ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. ഏത് പാത്ത് വഴിയാണ് പോകുന്നത് എന്ന് അത് ഡിപ്പെൻഡന്റ് ആണ്. ബട്ട് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആണ്, അല്ലേ? നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മീൻസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പൊ നമ്മൾ ആ ഡെൽറ്റ ഡബ്ല്യുവിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ. സോ ദിസ് ഇസ് എ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇങ്ങനെ എഴുതാമല്ലോ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതിന്റെ ഡെൽറ്റ യു എന്ന് പറയുന്നത്, ഈ RHS എന്ന് പറയുന്നത് സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ദാറ്റ് മീൻസ് ഈ RHS എന്ന് പറയുന്ന പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന സെപ്പറേറ്റ്ലി, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ആള് പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ ഡബ്ല്യു പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. പക്ഷേ അതിന്റെ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ, അതായത് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ യു ആണ്. അത് പാത്ത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഈ ഒരു കോമ്പിനേഷൻ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് ഷുഡ് ബി പാത്ത് ഇൻഡിപെൻഡന്റ്. അത് ഉറപ്പായിട്ടും പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇൻ ദ കേസ് ഇപ്പം നമ്മൾ ഈ ഒരു ഓക്കെ അങ്ങനെ ആയിരിക്കണം. സി നൗ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡെൽറ്റ യു. അപ്പം ഇപ്പം സിസ്റ്റം ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ വരികയാണ്. ദാറ്റ് മീൻസ് ഇഫ് സിസ്റ്റം ഇങ്ങനെ ഒരു പ്രോസസ്, ദാറ്റ് മീൻസ് ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ 0 ആവുന്ന ഒരു പ്രോസസ്സിലൂടെ സിസ്റ്റം പോകാന്ന് വിചാരിക്കാം. ഇതെന്ന് പറയുന്നത് ഡെൽറ്റ യു 0 ആവുന്ന ഒരു പ്രോസസ്സിന് എക്സാമ്പിൾ ആണ് ഐസോതെർമൽ എക്സ്പാൻഷൻ, ഐഡിയൽ ഗ്യാസിന്റെ ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ലേറ്റർ സെക്ഷൻസിൽ നമ്മൾ ഇത് കാണും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഐഡിയൽ ഗ്യാസിന്റെ ഐസോതെർമൽ എക്സ്പാൻഷനിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പം അങ്ങനെ ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആവുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്ത് പറ്റും? That means delta Q minus delta W is 0 in that case. That means delta Q is equal to delta W in that case. അപ്പൊ എന്താണ്? ഇപ്പൊ ഡെൽറ്റ യു 0 ആണെങ്കിൽ ഡെൽറ്റ ക്യൂവും ഡെൽറ്റ ഡബ്ല്യുവും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ്ലി സിസ്റ്റം സറൗണ്ടിങ്സിലേക്ക് ചെയ്യാൻ എടുക്കുന്ന വർക്കിന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ആ ഹീറ്റ് യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിന്റെ അർത്ഥം. സോ നമുക്ക് ഇപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്, ഇഫ് സപ്പോസ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിലെ ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. ഗ്യാസിന്റെ സിലിണ്ടർ. ഓക്കെ, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സിലിണ്ടറിൻ്റെ അകത്തെ ഗ്യാസ് വിത്ത് ദാറ്റ് ഹാസ് എ മൂവബിൾ പിസ്റ്റണും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഗ്യാസ് പിസ്റ്റനെ മൂവ് ചെയ്യിക്കുമ്പോഴത്തേക്കും മൂവ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് ദ വർക്ക് ഡൺ ദർ. ഓക്കെ, സോ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് വർക്ക് ബൈ ദ, ഓക്കെ, സോ ഇൻ ദിസ് കേസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത്, സിസ്റ്റം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് മൂവിങ് ദ പിസ്റ്റൺ ആണെന്ന് വിചാരിക്കാം.
പിസ്റ്റൺ ചെയ്യുന്ന വർക്ക്, ഈ സിലിണ്ടറിൻ്റെ അകത്തേക്ക് ഒരു പിസ്റ്റണും ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം സിസ്റ്റം എന്താണ് നമ്മുടെ ഗ്യാസ് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതാണ് സിസ്റ്റം ചെയ്യുന്ന വർക്ക് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, വി ഓൾറെഡി നോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്. സോ വി ഹാവ് ടു വി നീഡ് ടു ഫൈൻഡ് ദ നെറ്റ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് അത് ഈ വർക്ക് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് പ്രഷറിലാണെന്ന് വിചാരിക്കാം. And this work is happening in constant pressure. ഇത് സിസ്റ്റം ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് പ്രഷറിലാണ്, പ്രഷർ മാറാതെയാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന വിചാരിക്കുക. ഇൻ ദാറ്റ് കേസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റം ചെയ്യുന്ന നെറ്റ് വർക്ക് എന്ന് പറയുന്നത് മൊത്തം അത് ചെയ്ത വർക്ക്, ദാറ്റ് മീൻസ് അതിന്റെ ഫൈനൽ വർക്ക് മൈനസ് ഇനീഷ്യൽ വർക്ക്, അത് മൊത്തം അത് എത്രമാത്രം വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നെറ്റ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ദ ഫൈനൽ വർക്ക് ഡൺ മൈനസ് ഇനീഷ്യൽ വർക്ക് ഡൺ. സോ ദാറ്റ് ഈസ് ഡെൽറ്റ ഡബ്ല്യു ആണെങ്കിൽ വി നോ ദ ഇക്വേഷൻ ആസ് എഫ് ഡോട്ട് ടി എസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വി നോ വർക്ക് ഡൺ ഈസ് ഗിവൻ ബൈ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, സോ എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് ഓൾറെഡി തന്നെ അറിയാവുന്ന കാര്യമാണ്, ഫോഴ്സ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ we have pressure is equal to force by area എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു. ഫ്രം ദാറ്റ് വി ക്യാൻ സേ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പൊ എനിക്കിവിടെ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡി എസ് എഴുതാം. ദിസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പിസ്റ്റൺ. ഓക്കെ, അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഗ്യാസ്. ഓക്കെ, അപ്പം എന്താണ്, സോ ഇങ്ങനെ എനിക്ക് എഫ് ഡോട്ട് ഡി എസിന് പകരം പി എ ഡോട്ട് ഡി എസ് എന്ന് എഴുതാം. ആൻഡ് ഓൾറെഡി വി നോ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വിൽ ഗീവ് യു ദ വോളിയം. സോ ഇവിടുത്തെ എ ഡോട്ട് ഡി എസിന് പകരം എനിക്ക് ഡി എസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ ഗ്യാസ് ആണ്. സോ ഈ ഡി എസ് എന്ന് പറയുമ്പോൾ സം ചേഞ്ചസ് തരും. സോ ഏരിയ ഇൻറ്റു ഡി എസ് മീൻസ് ദാറ്റ് ഇസ് വോളിയം. സോ അവിടെയും ഒരു ചേഞ്ച് വരും. സോ ദാറ്റ് മീൻസ് പി ഇൻറ്റു ഡെൽറ്റ വി. സോ ഇവിടെ നമുക്ക് കിട്ടിയത് നെറ്റ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതി. സോ ഹിയർ ഡെൽറ്റ വി എന്ന് പറയുന്നതാണ് ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദ ഗ്യാസ്, ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദ ഗ്യാസ്. ഓക്കെ, സോ നമ്മളുടെ ഇക്വേഷൻ എന്താണ്, നമ്മളുടെ ഇക്വേഷൻ വി നോ ദ ഇക്വേഷൻ ഇസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലെ. അപ്പൊ ഡെൽറ്റ ഡബ്ല്യുവിന് നമുക്ക് ഇപ്പൊ കിട്ടിയതാണ് പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടി. സോ നമുക്ക് ഈ ഒരു ഡെൽറ്റ ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് കൊടുക്കാതെ ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. അപ്പൊ നമുക്ക് ഇങ്ങനെയും ഇതിനെ എഴുതാം. ഇപ്പൊ സിസ്റ്റം ഒരു ഗ്യാസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് ഒരു പിസ്റ്റനെ മൂവ് ചെയ്യുന്നതാണ് അവിടുത്തെ വർക്കെങ്കിൽ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് എഴുതാം. അപ്പം ഈ ഒരു ഇക്വേഷന്റെ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ട് ഇക്വേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം, ഇപ്പം 1 ഗ്രാം വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ, ഇപ്പൊ 1 ഗ്രാം വെള്ളത്തിന് ലിക്വിഡ് ഫേസിലേക്ക് മാറണം എന്ന് വിചാരിക്കുക. ലിക്വിഡ് ഫേസിന് മാറണമെങ്കിൽ അതിന് വേണ്ട ഇന്റേണൽ എനർജി എത്രയാണ്? അപ്പം ആ ഒരു കേസിൽ എത്രമാത്രം ഇന്റേണൽ എനർജി ചേഞ്ച് ആവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ വെള്ളത്തിന്റെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ വിച്ച് ഈസ് ഗിവൺ ബൈ ഡെൽറ്റ ക്യൂ എസ് 256 ജൂൾ പെർ ഗ്രാം. ഇതാണ് മെഷേർഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ. അത് വെള്ളം വേപ്പർ ആവാൻ വേണ്ടി വിതൗട്ട് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വെള്ളം വേപ്പർ ആവാൻ വേണ്ടി എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. അത് 1 gram ഓഫ് വാട്ടറിന് 2256 ജൂൾസ് ഓഫ് ഹീറ്റ് വേണം വേപ്പർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ 1 gram ഓഫ് വാട്ടറിന് വേപ്പർ ആവാൻ വേണ്ടി 2256 ജൂൾസ് ഓഫ് ഹീറ്റ് വേണം. ദാറ്റ് ഈസ് ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ. അതാണ് ഡെൽറ്റ ക്യൂ ആണെന്ന് വിചാരിക്കുക. സോ ഡെൽറ്റ ക്യൂ ഇസ് 2256. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 1 ഗ്രാം വെള്ളത്തിന് 1 gram ഓഫ് വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് ഫേസിലെ അതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ,
അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആ ഒരു കണ്ടീഷനിൽ എന്ന് വെച്ചാൽ 1 gram ഓഫ് വെള്ളത്തിനും ലിക്വിഡ് ഫേസിൽ, അത് വെള്ളമായിട്ടിരിക്കുന്നത് ലിക്വിഡ് ഫേസിലെ 1 gram ഓഫ് വാട്ടർ എന്ന് പറയുന്നതിന്റെ വോളിയം 1 cm³ ആണ്. ഇതിന്റെ വോളിയം 1 cm³ ആണ്. ആൻഡ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ആ ഒരു കണ്ടീഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വേപ്പർ ഫേസിലാണെങ്കിൽ ഈ 1 gram ഓഫ് വാട്ടർ വേപ്പർ ആണെങ്കിൽ 1 gram ഓഫ് വാട്ടർ വേപ്പർ ആണെങ്കിൽ അത് വേപ്പർ ഫേസിലെ എന്താണ് അതിന്റെ വോളിയം 1 gram ഓഫ് വാട്ടർ വേപ്പറിന്റെ വോളിയം, വാട്ടർ വേപ്പർ ഹാസ് വോളിയം, അതിന്റെ വോളിയം എന്ന് പറയുന്നത് ഇത്രയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. 1671 cm³ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഡെൽറ്റ ഡബ്ല്യു വി ആർ ഗോയിങ് ടു സ്റ്റഡി. നമുക്ക് ഇവിടെ കിട്ടേണ്ടത് നമ്മുടെ വെള്ളത്തിന്റെ ഇന്റേണൽ എനർജിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്റേണൽ എനർജി എത്രയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട്. സോ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ഇസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, അതിന്റെ ഒരു ആപ്ലിക്കേഷൻ, ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ നമ്മുടെ നമ്മൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഫോർ എ ഗ്യാസ് നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ നമ്മളിപ്പോൾ കണ്ടു. അപ്പം അതിൻ്റെ നമുക്ക് എന്താണ് നമ്മളുടെ ഡെൽറ്റ ഡബ്ല്യു ഇസ് പി ഡെൽറ്റ വി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ദിസ് കേസ് നമുക്ക് ഇപ്പം നമ്മളുടെ പ്രോസസ് എന്ന് പറയുന്നത് ലിക്വിഡ് ടു വേപ്പർ ഫേസിലാവുകയാണ്. 1 gram ഓഫ് വാട്ടർ ലിക്വിഡ് ടു വേപ്പർ ഫേസിലാവുകയാണ്. അപ്പൊ അവിടെയുള്ള ഇന്റേണൽ എനർജിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് എടുത്തത്. സോ ദാറ്റ് ഇസ് 1.013 × 10⁵ ഇൻറ്റു ഫൈനൽ വോളിയം. ഫൈനൽ എന്ന് പറയുന്നത് ഗ്യാസ് ഫേസിലാണ്, ഇനീഷ്യലി അത് ലിക്വിഡ് ഫേസിലായിരുന്നു. സോ ദിസ് ഇസ് 1.013 × 10⁵. ഗ്യാസ് ഫേസിലെ അതിന്റെ വോളിയം ആണ് പറഞ്ഞത് 1671. അതിനെ നമ്മൾ മീറ്റർ ക്യൂബിലാക്കുമ്പോൾ ഇൻറ്റു 10⁻⁻6 മൈനസ് ലിക്വിഡ് ഫേസിലെ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1 cm³ ആണ്. സോ 1 cm³ നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് ആക്കുമ്പോൾ 10⁻⁻6 m³. ഓക്കെ, സോ ദിസ് മീൻസ് അപ്പൊ ഇത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് അസ് 169.2 joules വരും. ഓക്കെ, അപ്പൊ നമുക്ക് വർക്ക് ഡൺ കിട്ടി. ആൻഡ് ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 2256. അപ്പൊ ഇതിന്റെ നമുക്ക് ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാം. ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് പി ഡെൽറ്റ വി. സോ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് latent heat of water, that is given as 2256 minus ഇപ്പൊ കിട്ടിയത് 169.2 joules. So that is 2086.8 joules എന്ന് വരും. ഓക്കെ, സോ ഇതിൻ്റെ അത് നമുക്ക് മനസ്സിലായി മോസ്റ്റ് ഓഫ് ദ ഹീറ്റ് മൊത്തം, അതായത് ആകെ മൊത്തം സപ്ലൈ ചെയ്ത ഹീറ്റ് എന്ന് പറഞ്ഞാൽ 2000, ഇത് 1 gram വെള്ളത്തിന് വേപ്പർ ആണെങ്കിൽ 2256 joules ഓഫ് ഹീറ്റ് ആണ് വേണ്ടത്. സോ അതിൽ നോക്കുക 2000 അത്രയും ഹീറ്റാണ് അപ്പൊ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത്രയും ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് എന്താണ് 2086.8 joules ഓഫ് ഹീറ്റും വെള്ളത്തിന്റെ അത് ഈ ലിക്വിഡിൽ നിന്നും വേപ്പർ ഫേസിലേക്ക് ആവാനുള്ള ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള ഇന്റേണൽ എനർജി ചേഞ്ചിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം എത്രമാത്രം ഇന്റേണൽ എനർജി റൈസ് ചെയ്താലാണ് അങ്ങനെ ഒരു ട്രാൻസിഷൻ അവിടെ സംഭവിക്കുന്നതെന്നൊക്കെയുള്ള സ്റ്റഡീസിന് നമുക്ക് ഈക്വേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.